ഹായ് ഓൾ, വെൽക്കം ടു iPlus. ഞാൻ അക്ഷര. LP UP പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ സിലബസിനെ കുറിച്ചാണ്. സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പലരും PDF ആയിട്ട് അത് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ചിലരുടെ കയ്യിൽ അത് ഫോണിൽ സേവ് ചെയ്തിട്ടേക്കും. ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് തന്നെ കയ്യിൽ സൂക്ഷിക്കുക. കൃത്യമായിട്ട് പഠിച്ചു തരുന്ന പോർഷൻസ് മാർക്ക് ചെയ്ത് പോകാം. പിന്നെ കറക്റ്റ് നമുക്ക് ഒരു വെയിറ്റേജും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും ഒക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ കൃത്യമായിട്ട് സിലബസിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ് വീഡിയോ ആണ്. അപ്പോൾ ഏത് ഏരിയ ആണ് കൂടുതലായിട്ട് ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടത്, അപ്പോൾ അത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അടിസ്ഥാനത്തിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാർട്ട് 1 വരുമ്പോഴത്തേക്ക് അതിൽ ഫസ്റ്റ് പാർട്ട് കേരള ചരിത്രമാണ്. കേരള ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളാണ്. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ ടോപ്പിക്സ്? പഴശ്ശി വിപ്ലവം, വേലുത്തമ്മിയും പാലിയത്തച്ഛനും, കുറിച്യർ കലാപം. ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാനായിട്ടില്ല, വളരെ ചെറിയ ടോപ്പിക്സ് ആണ്. വളരെ വേഗം തന്നെ നിങ്ങൾക്ക് കവർ ചെയ്തെടുക്കാൻ കഴിയുന്ന ഏരിയ ആണ്. പഴശ്ശി വിപ്ലവം, വേലുത്തമ്മിയും പാലിയത്തച്ഛനും, കുറിച്യർ കലാപം. പ്രധാനപ്പെട്ട വ്യക്തികൾ, പിന്നെ എന്തെങ്കിലുമൊക്കെ മുദ്രാവാക്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ഫാക്ട്സ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വെക്കാം. ഡേറ്റുകൾ കൃത്യമായി പഠിച്ചു വെക്കുക. ഡേറ്റുകൾ നമുക്ക് ഡയറക്റ്റ് ചോദിച്ചില്ലെങ്കിലും സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇടയിൽ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ശരിയേത് തെറ്റേതെന്ന് കണ്ടെത്തണമെങ്കിൽ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു എംഫസിസ് കൊടുത്ത് നിങ്ങൾ കേരള ചരിത്രം പഠിക്കാം. അത് കഴിഞ്ഞാൽ കേരള നവോത്ഥാനമാണ്. നവോത്ഥാനത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് കൃത്യമായിട്ട് ആളുകളെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ആരൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് മനസ്സിലാക്കി വെക്കാം. ഇപ്പോൾ പല പരീക്ഷകൾക്കും പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ LD ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ കാണും ഈ കൂട്ടത്തിൽ തന്നെ. അപ്പോൾ അവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഈ നവോത്ഥാന നായകന്മാരുടെ ലിസ്റ്റിലെ വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ആരൊക്കെയാണെന്ന് നോക്കാം. വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പിസ്വാമികൾ, ശ്രീനാരായണ ഗുരു, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അയ്യങ്കാളി, വക്കം അബ്ദുൽ ഖാദർ മൗലവി, വാഗ്ഫടാനന്ദൻ, സഹോദരൻ അയ്യപ്പൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, മന്നത്ത് പത്മനാഭൻ, VT ഭട്ടതിരിപ്പാട്, കുമാര ഗുരുദേവൻ. അപ്പോൾ ഇത്രയും നവോത്ഥാന നായകന്മാരെ കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അവരുടെ ഒരു പ്രവർത്തന മേഖല എന്തെങ്കിലും പ്രത്യേകം ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നോക്കി വെക്കണം. പിന്നെ അവർ തുടങ്ങിയിട്ടുള്ള സംഘടനകൾ, അതേപോലെ മാസികകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി വെക്കണം. പിന്നെ കൃത്യമായിട്ട് ഇവരൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടം കൂടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. പിന്നെ പ്രധാനപ്പെട്ട ഉദ്ധരണികളൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കാം. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്താണ്, എന്തുകൊണ്ടാണ് ഈ ഒരു വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം തുടങ്ങിയ കാര്യങ്ങൾ നടന്നത്, അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാം. വർഷം കൃത്യമായി തന്നെ പഠിക്കുക. അതിനുശേഷം ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ, അവിടെ നമുക്ക് തിരുവിതാംകൂറിലെ കാര്യം പറയുന്നുണ്ട്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ 3 ഡിവിഷൻ ഉണ്ടെന്നറിയാം. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഓരോ ഡിവിഷനിലും എന്താണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. തിരുവിതാംകൂർ വരുമ്പോഴത്തേക്കും മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, നിവർത്തന പ്രക്ഷോഭം, പുന്നപ്ര വയല സമരം, ഇത്രയും കാര്യങ്ങളാണ്. ഇവിടെയും കൃത്യമായിട്ട് ഓർക്കുക. ഹിസ്റ്ററിയാണ്, ഡേറ്റുകൾ മറക്കരുത്. ഇപ്പം മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും ഒക്കെ എത്ര പേര് ഒപ്പിട്ടു, ആർക്കാണ് സമർപ്പിച്ചതും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, അദ്ദേഹത്തെക്കുറിച്ചും പലപ്പോഴും PSC പരീക്ഷകൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചു വെക്കാം. നിവർത്തന പ്രക്ഷോഭം, പുന്നപ്ര വയലാർ സമരം, അതിൻ്റെയൊക്കെ ഒരു ചരിത്രം എന്താണെന്നും അതിൻ്റെ വർഷവും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. അപ്പോൾ ഇതൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഹിസ്റ്ററി കണക്ട് ചെയ്ത് പഠിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ കണക്ട് ചെയ്ത് തന്നെ പഠിക്കാം. അപ്പോൾ നമുക്ക് മറന്നു പോകാതെ ഓർത്ത് വെക്കാനായിട്ട് സാധിക്കും. ഇനി കൊച്ചി വരുമ്പോഴത്തേക്ക് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇലക്ട്രിസിറ്റി സമരവും കൊച്ചി രാജ്യപ്രജ മണ്ഡലം. ഇലക്ട്രിസിറ്റി സമരം നടന്ന വർഷം ഏതാണ്, എന്താണ് കാരണം എന്നുള്ള കാര്യം പഠിക്കുക. പിന്നെ കൊച്ചി രാജ്യപ്രജ മണ്ഡലത്തെക്കുറിച്ച് പഠിക്കാം. അടുത്തത് മലബാറിലെത്തുമ്പോഴത്തേക്ക് ഖിലാഫത്ത് പ്രസ്ഥാനം, മലബാർ കലാപം, ഉപ്പു സത്യാഗ്രഹം, ഇവിടെയും വർഷം കൃത്യമായിട്ട് പഠിക്കാം. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്, പശ്ചാത്തലം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളെ അവിടെയുള്ളൂ. എന്തൊക്കെയാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മഹാത്മാഗാന്ധി, ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസും. INC കുറിച്ച് പഠിക്കുക. പ്രധാന സമ്മേളനങ്ങൾ, പ്രധാനമായിട്ട് നടന്ന ഇവൻസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് 3 വ്യക്തികളെ തന്നിട്ടുണ്ട്. മഹാത്മാഗാന്ധി, ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ്, ഇവരെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും ഏത് രീതിയിലാണ് ചോദ്യം വരുന്നതെന്ന്. അപ്പോൾ ആ ഒരു ലെവലിലോട്ട് ഉത്തരം കണ്ടെത്താൻ കഴിയുന്ന ലെവലിൽ നിങ്ങൾ പഠിക്കുക.
ഇനി സ്വതന്ത്രാനന്തര ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറഞ്ഞിട്ടുള്ളത് ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളും ഇന്ത്യയും ബഹിരാകാശ ഗവേഷണമാണ്. അപ്പോൾ സ്വതന്ത്രാനന്തര ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയ തന്നിട്ടുണ്ട്. സ്വതന്ത്രാനന്തര ഇന്ത്യ എന്ന് പറയുമ്പോൾ വളരെ വൈഡായിട്ടുള്ള ഒരു ഏരിയ ആണ്, പക്ഷെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് തന്നിട്ടുണ്ട് ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളും ബഹിരാകാശ ഗവേഷണമാണ്. അപ്പോൾ ആ ഏരിയ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. ലോക ചരിത്രത്തിൽ നമ്മൾക്ക് ആകെ കൂടെ പഠിക്കാനായിട്ടുള്ളത് നദീതട സംസ്കാരങ്ങളാണ്. 4 നദീതട സംസ്കാരത്തെക്കുറിച്ചും പഠിക്കാനുണ്ട്. ഹാരപ്പൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം. 4 സിവിലൈസേഷൻ എവിടെയാണ് ഉത്ഭവിച്ചത്, പ്രധാനപ്പെട്ട കാര്യങ്ങളും. ഇപ്പം ഹാരപ്പൻ പറയുമ്പോൾ തന്നെ അതിലെ പ്രധാനപ്പെട്ട നഗരങ്ങളുണ്ട്, നഗരങ്ങളുടെ സവിശേഷതകളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കി വെക്കാം. പിന്നെ അവരുടെ ലിപികൾ നോക്കി വെക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ വരാം. 3ഉം 4ഉം സ്റ്റേറ്റ്മെന്റുകൾ തന്ന് എത്ര എണ്ണം ശരിയാണെന്ന് കണ്ടെത്താൻ പറയും. അപ്പോൾ അവിടെയൊക്കെ ഉത്തരം കിട്ടണമെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ധാരണ വേണം. അപ്പോൾ ഇവിടം വരെ നമ്മൾ എത്തിയപ്പോഴത്തേക്ക് 10 മാർക്ക് ആണ് അവിടെ വന്നിട്ടുള്ളത്. പിന്നെ കറണ്ട് അഫയേഴ്സ് 2 മാർക്ക്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും ഏരിയയ്ക്ക് പഠിക്കുമ്പോഴത്തേക്ക് 10 മാർക്കും പിന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ 2 മാർക്കും ആണുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കൊണ്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് വെയിറ്റേജ് കൊടുത്ത ഒരു ടൈം വെയിറ്റേജ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി പാർട്ട് 1 തന്നെ നമുക്ക് സെക്കൻഡ് ഏരിയ വരുന്നത് ഭൂമിശാസ്ത്രം വരുന്നുണ്ട്. ഭൂമിശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രതന്ത്ര ശാസ്ത്രം, സമൂഹശാസ്ത്രം, 4 ടോപ്പിക്കാണ് അവിടെ വരുന്നത് ചരിത്രം കഴിഞ്ഞാൽ. അപ്പോൾ ഭൂമിശാസ്ത്രത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇന്ത്യയുടെ ഭൂപ്രകൃതിയെക്കുറിച്ചും കാലാവസ്ഥ, നദികൾ, മണ്ണിനങ്ങൾ, ഗതാഗത മാർഗങ്ങൾ, അന്തരീക്ഷ ഘടന. അപ്പോൾ ഈ കാലാവസ്ഥ, നദികൾ, മണ്ണിനങ്ങൾ, ഗതാഗത മാർഗങ്ങളെല്ലാം ഇന്ത്യയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ടാണ് പഠിക്കുന്നതും. പിന്നെ അന്തരീക്ഷ ഘടന ജനറലായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പം ഈ ഒരു ഇന്ത്യൻ ഭൂപ്രകൃതി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഓരോ ഭൂപ്രകൃതിയെക്കുറിച്ചും ഇപ്പം ഉത്തരമഹാസമതലമാണെങ്കിലും ഉപദ്വീപീയ പീഠഭൂമി ആണെങ്കിലും അങ്ങനെ ഓരോന്നിനും നമ്മൾ സ്പെസിഫിക് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ നോക്കി വെക്കുക. അടുത്തത് സാമ്പത്തിക ശാസ്ത്രമാണ്. വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുണ്ട്. ബാങ്കുകൾ തന്നെ റിസർവ് ബാങ്ക്, വാണിജ്യ ബാങ്ക്, ബാങ്കുകളുടെ ദേശസാൽക്കരണം. അപ്പം നമുക്ക് RBI കുറിച്ച് പഠിക്കണം, പിന്നെ മറ്റ് വാണിജ്യ ബാങ്കുകളെ കുറിച്ച് പഠിക്കണം, പിന്നെ ബാങ്കുകളുടെ നാഷണലൈസേഷൻ അത് എപ്പോഴൊക്കെ നടന്നു, എന്തൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് എത്ര ബാങ്കുകളാണ്. പിന്നെ നമുക്കറിയാലോ RBI എപ്പോഴാണ് ദേശസാൽക്കരിച്ചത്, SBI എപ്പോഴാണ് ദേശസാൽക്കരിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ നോക്കി വെക്കുക. രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൽ എത്തുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ഇന്ത്യൻ ഭരണഘടന, സവിശേഷതകൾ, ആമുഖം, മൗലികാവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, ഇന്ത്യയിലെ ഗവൺമെൻറ്, ലോകസഭ, രാജ്യസഭ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, സുപ്രീം കോടതി, ഹൈക്കോടതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കവിടെ വരുന്നത്. അവിടെയും എന്താണ് കൃത്യമായിട്ട് ഇപ്പം നമുക്ക് ഇപ്പോൾ പ്രിയാമ്പിൾ മുതൽ ഫുള്ളായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഇരുന്ന് പഠിക്കാനല്ല, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അറിഞ്ഞിരിക്കേണ്ട ആർട്ടിക്കിൾസൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ നമ്മുടെ ലോക്സഭ, രാജ്യസഭ ഇപ്പോൾ എത്ര മെമ്പേഴ്സ് ഉണ്ട്, പുതുതായിട്ട് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ നമുക്ക് ഈ ഒരു കറണ്ട് അഫയേഴ്സ് എന്നുള്ള രീതിയിൽ റെലവൻറ്റ് പാർട്ടുള്ള കറണ്ട് അഫയേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാനായിട്ട് കൊള്ളാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നോക്കി വെക്കാം. പിന്നെ നമ്മൾക്കിപ്പോൾ നിലവിലെ പ്രധാനമന്ത്രി ആര് അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും എന്തായാലും വരില്ല. പകരം എന്താണ് നമ്മുടെ ഒരു എക്സാമിൻ്റെ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ തന്നെ നമുക്കിവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. സമൂഹശാസ്ത്രത്തിൽ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ള കുടുംബം, സാമൂഹീകരണം, ഈ 2 ഏരിയയും കൂടെ കവർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ അത്രയും ഒരു ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പം അവിടെ നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കി. ഇനി നമുക്ക് പാർട്ട് 2 എത്തുമ്പോഴത്തേക്ക് അവിടെ സയൻസ് ആണ്. സയൻസിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു പരീക്ഷയാണ്. ആ പ്രാധാന്യം പഠിക്കുമ്പോഴും കൊടുത്ത് തന്നെ പഠിക്കുക. ആദ്യം ഭൗതിക ശാസ്ത്രത്തിൽ നമുക്ക് അളവുകളും യൂണിറ്റുകളുമാണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കൃത്യമായിട്ടുള്ള അളവുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ യൂണിറ്റുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. അത് കഴിഞ്ഞ് ചലന സമവാക്യങ്ങൾ, ചലന നിയമങ്ങൾ, അപ്പോൾ അത്രയും കാര്യങ്ങളൂടെ ചേർത്ത് പഠിക്കുക. പിന്നെ തരംഗചലനം, ശബ്ദം അടുത്ത ടോപ്പിക്കാണ്. അത് കഴിഞ്ഞാൽ ബലം, പ്രവൃത്തി, ഊർജം, പവർ, ദെൻ ഗുരുത്വാകർഷണം, ദ്രവബലങ്ങൾ, സ്ഥിതവൈദ്യുതി, ധാരാവൈദ്യുതി, വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ എല്ലാം SCERT ടെക്സ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ടെക്സ്റ്റ് കണ്ട് വായിച്ച് മനസ്സിലാക്കി തന്നെ ഫാക്റ്റുകൾ പഠിച്ചു പോകാം. ഇപ്പോൾ കുറേ കാര്യങ്ങൾ കാണാതെ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എക്സാമിനെത്തുമ്പോൾ നമ്മളത് മറക്കും, സ്വാഭാവികമാണ്. അപ്പോൾ കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തി വളരെ ബേസ് ലെവൽ മുതൽ കാര്യം മനസ്സിലാക്കി പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് അവിടെ മാർക്ക് നേടാൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞിട്ടില്ല കാന്തികത,
ഫലം, വൈദ്യുതകാന്തിക പ്രേരണം, പ്രകാശത്തിൻ്റെ പ്രതിപതനം, അപവർത്തനം, കാഴ്ച, പ്രകാശ പ്രകീർണനം, പ്രകാശ വിസരണം, പ്രകാശ മലിനീകരണം, ഊർജ്ജ പരിപാലനം. അപ്പോൾ ഊർജ്ജം സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുണ്ട്, ഊർജ്ജ പരിപാലനവും പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാ ഏരിയയും കൃത്യമായിട്ട് ഒന്നും സ്കിപ്പ് ചെയ്യാതെ, ഇവിടെ നമുക്കൊന്നും സ്കിപ്പ് ചെയ്ത് കളയാനായിട്ടുള്ള ഒരു സ്കോപ്പും ഇല്ല. എല്ലാ ഏരിയയും കവർ ചെയ്ത് തന്നെ നിങ്ങൾ പോരുക. അവിടെ നമുക്ക് കറണ്ട് അഫയേഴ്സ് 2 മാർക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പൊതുവേ LP UP പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരു ഏരിയ ആണ്. അപ്പോൾ ഒരുപാട് അതോർത്ത് ടെൻഷൻ അടിച്ച് നിൽക്കാതെ സൈഡിൽ കൂടെ പറ്റുന്ന രീതിയിൽ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുമ്പം നമുക്ക് ഇഷ്ടംപോലെ മെറ്റീരിയൽസ് ഫ്രീ ആയിട്ടും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, വെറുതെ ഇരിക്കുന്ന ടൈമും ഒക്കെ ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കളയാനായിട്ടുള്ള സമയമൊന്നും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെ വെറുതെ കേട്ടുകൊണ്ടും ഒക്കെ നിങ്ങൾ അപ്ഡേറ്റ് ആയിരിക്കാൻ ശ്രമിക്കുക. ഇനി അതിൽ തന്നെ പാർട്ട് 2 നമുക്ക് വരുന്ന രസതന്ത്രമാണ്. രാസമാറ്റങ്ങൾ, ഭൗതിക മാറ്റങ്ങൾ, ആറ്റത്തിൻ്റെ ഘടന, രാസബന്ധനം, പീരിയോഡിക് ടേബിൾ, ക്രമാവർത്തന പ്രവണതകൾ, ലായനികൾ, വൈദ്യുത രസതന്ത്രം, വാതക നിയമങ്ങൾ, രാസപ്രവർത്തന വേഗം, അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ, ലോഹങ്ങൾ, ലോഹ നിർമ്മാണം, അലോഹ സംയുക്തങ്ങൾ, ഓർഗാനിക് സംയുക്തങ്ങൾ, നാമകരണം, ഐസോമെറിസം, രാസപ്രവർത്തനങ്ങൾ. ഒരു മഴ പെയ്തൊഴിഞ്ഞ പോലെ ഉണ്ടല്ലേ, ഒരുപാട് കാര്യം നമ്മൾ കേട്ടു. പക്ഷേ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് പോർഷൻ തീർക്കാൻ കഴിയുന്നതാണ്. ഇപ്പം ചിലർക്ക് പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ പീരിയോഡിക് ടേബിൾ പഠിച്ചുകൊണ്ടിരിക്കും. പീരിയോഡിക് ടേബിൾ നമ്മൾ പഠിച്ചാലും എന്താണ് പിന്നെയും കിടക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഒരുപാട് സമയം ഇനി നമ്മൾ ഒരൊറ്റ ടോപ്പിക്കിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ സമയമില്ല. എല്ലാ ഏരിയയും കവർ ചെയ്ത് കൃത്യമായിട്ട് പഠിച്ച് വരിക. അവിടെ നമുക്ക് കറണ്ട് അഫയേഴ്സ് 2 മാർക്ക് വരുന്നുണ്ട്. അടുത്ത 7 മാർക്കിന് ജീവശാസ്ത്രമാണ്. കോശങ്ങളുടെ ഘടന, കലകൾ, കൃഷി, പരിസ്ഥിതി, വർഗീകരണം, ജനിതകശാസ്ത്രം, പ്രകാശ സംശ്ലേഷണം, ദഹന വ്യവസ്ഥ, വിസർജന വ്യവസ്ഥ, പ്രത്യുൽപാദന വ്യവസ്ഥ, നാഡീവ്യവസ്ഥ, ഇന്ദ്രിയങ്ങൾ, രോഗങ്ങളും ആരോഗ്യ പരിപാലനവും, വിറ്റാമിനുകൾ, മിനറലുകൾ, എൻസൈമുകൾ, ഹോർമോണുകൾ. അപ്പോൾ ഇത് പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് പൊതുവെ നമ്മുടെ ഈ ഒരു ജീവശാസ്ത്ര വിഭാഗത്തിൽ ചോദിക്കുന്ന ചില ടോപ്പിക്കുകൾ നമ്മൾ കണ്ടില്ല. ഇപ്പോൾ രക്തപരിഹരണ വ്യവസ്ഥ അല്ലെങ്കിൽ ഹൃദയം, അങ്ങനെയൊക്കെയുള്ള ടോപ്പിക്കുകളും ഉണ്ട്. കാരണം ഇതിനെയൊന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് കഴിയില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിലബസ് പ്രകാരമുള്ള ചോദ്യങ്ങൾ മാത്രമല്ല, ഈ ഒരു പോസ്റ്റിന് ചേരുന്ന തരത്തിലുള്ള ചോദ്യങ്ങളും വരുമെന്ന ഏറ്റവും അവസാനം ഒരു നോട്ടായിട്ട് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ജീവശാസ്ത്രമൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ടോപ്പിക്കുകളും കൂടെ നിങ്ങളൊന്ന് ഇത് പഠിച്ചു തീർത്ത ശേഷം അങ്ങനെയുള്ള ടോപ്പിക്കുകളൂടെ കൃത്യമായിട്ടൊന്ന് നോക്കി പോവുക. അവിടെയും കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്. ഇനി പാർട്ട് 3 സിമ്പിൾ അരിത്തമെറ്റിക്കാണ് പറയുന്നത്. സിമ്പിൾ അരിത്തമെറ്റിക്കാണ്, പക്ഷേ കാര്യത്തോടെടുക്കുമ്പോൾ 15 മാർക്കാണ് അവിടെ വരുന്നത്. എന്തൊക്കെ ഏരിയ പഠിക്കാനുണ്ടെന്ന് കൃത്യമായിട്ട് നോക്കണം. ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും, ശരാശരി, പാറ്റേണുകൾ, മാനസിക ശേഷി, സംഖ്യാശ്രേണികൾ, അനുപാതം, അംശബന്ധം, ശതമാനം, സമയവും ജോലിയും, ദൂരവും സമയവും, ക്ലോക്ക്, കോണുകൾ, പലിശ, കൂട്ടുപലിശ, ജാമിതി, ഘനരൂപങ്ങൾ, ചെറുപൊതു ഗുണിതവും വൻ പൊതു ഘടകവും, ലാഭം, നഷ്ടം, വിൽപ്പന, മെട്രിക് അളവുകൾ, സർവ്വസമവാക്യങ്ങൾ, ബീജഗണിതം, സാംഖ്യികം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്. ഇവിടെയും നമ്മൾക്ക് മാത്സ് ചെയ്യുന്നതിന് 2 രീതിയുണ്ട്. നമുക്ക് ഒരുപാട് സമയമെടുത്ത് നമുക്ക് ഉത്തരം കണ്ടെത്താം. വളരെ ഈസി ആയിട്ട് സിമ്പിൾ മെത്തേഡിലൂടെ നമുക്ക് ഉത്തരം കണ്ടെത്താം. PSC പരീക്ഷയ്ക്ക് നമുക്ക് 2ാമത്തെ മാർഗം സ്വീകരിക്കാനേ നിർവാഹമുള്ളൂ. കാരണം ചുരുങ്ങിയ സമയമാണ്. അപ്പോൾ 15 മാർക്കിൻ്റെ മാത്സ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് നമുക്ക് ഫുൾ ടൈം എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിന് അത്രയും ചുരുങ്ങിയ സമയത്തിനകം ചെയ്ത് തീർക്കണമെങ്കിൽ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം, ചോദ്യം വരുന്ന രീതി മനസ്സിലാക്കണം, പിന്നെ എളുപ്പമാർഗ്ഗങ്ങൾ പഠിച്ചു വെക്കണം. സ്റ്റെപ്പ് എഴുതി ലാസ്റ്റ് വരെ എത്തിയിട്ട് ഫൈനൽ ആൻസർ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് മാർക്ക് കിട്ടുന്ന പരിപാടിയല്ല ഇവിടെ നമ്മുടെ ഒരു ഫൈനൽ ആൻസറിനാണ് പ്രാധാന്യം. അപ്പോൾ അത് കൃത്യമായിട്ട്, അതോടൊപ്പം തന്നെ നമുക്കറിയാം നെഗറ്റീവ് മാർക്കുള്ള പരീക്ഷയാണ്. കണക്ക് ചെയ്യുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു സംഖ്യ തെറ്റിപ്പോയാൽ മതി, നമ്മുടെ ഉത്തരം തെറ്റും. അവിടെ മാർക്ക് കിട്ടില്ല എന്ന് മാത്രമല്ല നെഗറ്റീവ് മാർക്കും കൂടെ വരും. അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധ കൊടുത്ത് തന്നെ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ മാത്സ് പഠിക്കുക, പരീക്ഷയ്ക്ക് മാത്സ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇനി നമ്മളുടെ പാർട്ട് 4 20 മാർക്കിൻ്റെ ഏറ്റവും കൂടുതൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഇവിടെ കാണാൻ കഴിയുമല്ലേ. എഡ്യൂക്കേഷൻ ആൻഡ് സൈക്കോളജി, ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് സൈക്കോളജി മാത്രമല്ല ഫിലോസഫിയും അതോടൊപ്പം പെഡഗോജിയും മിക്സ് ചെയ്ത് വരുന്നുണ്ട്. എന്തൊക്കെയാണ് പഠിക്കാനായിട്ടുള്ളത്?
പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ, നിയമങ്ങൾ, സിദ്ധാന്തങ്ങൾ, മനഃശാസ്ത്രജ്ഞരും ആശയങ്ങളും, ഘടനാവാദം മുതൽ സാമൂഹ്യ ജ്ഞാനനിർമ്മിതി വാദം വരെ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഘടനാവാദം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരുന്ന വ്യവഹാരവാദം, വൈജ്ഞാനിക സമീപനം, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു തന്നെ വരിക. അപ്പോൾ ഓരോന്നിൻ്റെ വക്താക്കളുണ്ട്, അങ്ങനെ കൃത്യമായിട്ട് അത് കൃത്യമായി എഴുതി വെച്ച് തന്നെ പഠിക്കുക. പിന്നെ വിദ്യാഭ്യാസ ചിന്തകരും ദർശനങ്ങളും, നമുക്ക് ചിന്തകർ പൊതുവെ ചോദിക്കുന്ന മേഖലയാണ്. അപ്പോൾ അവരുടെയൊക്കെ ഈ ഓരോരോ ആശയങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. മനഃശാസ്ത്ര പരീക്ഷണങ്ങൾ, നമ്മൾ ഈ ഒരു മനഃശാസ്ത്രജ്ഞരും ആശയങ്ങളും പഠിക്കുന്ന ടൈമിൽ തന്നെ പഠിക്കുന്നതാണ് നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങൾ. കൃത്യമായിട്ട് നമ്മളിപ്പോൾ പാവ്ലോവ് ആണെങ്കിൽ എന്താണ് പരീക്ഷണം, സ്കിന്നറിന് എന്താണ്, തോൺഡ്രൈക്കിന് എന്താണ്, അങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പരീക്ഷണം എന്താണ്, അതിലൂടെ ലഭിച്ച ഫലം എന്താണ്, അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ആശയം എന്താണെന്നും കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം ബുദ്ധിയാണ്. ബുദ്ധി തന്നെ എന്താണ്, ബഹുമുഖ വൈകാരിക ബുദ്ധി, സങ്കല്പങ്ങൾ, അതോടൊപ്പം തന്നെ പിന്നെ നമുക്ക് വ്യക്തിത്വമാണ് വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പലരുടെയും ആശയങ്ങളുണ്ട്, അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. പിന്നെ വികാസ തലങ്ങളുണ്ട്, വികാസ തത്വങ്ങളുണ്ട്. അതിനുശേഷം വൈജ്ഞാനിക വികാസം, സാമൂഹിക വികാസം, സാൻമാർഗിക വികാസം. ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോയെങ്കിലും വൈജ്ഞാനിക വികാസത്തിനകത്ത് ആരുടെയൊക്കെ ആശയങ്ങളാണ് അവർ പല സ്റ്റേജുകളായിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. സാമൂഹിക വികാസത്തിൽ ആരുടെ ആശയമാണ്, എത്ര സ്റ്റേജുകളുണ്ട് പഠിക്കുക. അതുപോലെ തന്നെ സാൻമാർഗിക വികാസത്തിലും അത് നിങ്ങൾ പഠിക്കാം. അതിനുശേഷം പാരമ്പര്യവും പര്യാവരണവും, എന്താണ് നമ്മുടെ ഹെറിഡിറ്റിയും എൻവിയോൺമെൻറ്റും, ഒരു വ്യക്തിയുടെ വികാസത്തിൽ ഹെറിഡിറ്റിയും എൻവിയോൺമെൻറ്റും ചെലുത്തുന്ന ആ ഒരു ഇൻഫ്ലുവൻസ്, അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. അവിക്ഷമതാ പരീക്ഷകൾ എന്താണ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളെ കുറിച്ച് പഠിക്കാം. പിന്നെ അഭിപ്രേരണ, മോട്ടിവേഷൻ, അത് തന്നെ പല വിധത്തിലുണ്ട്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട തിയറീസ് ഉണ്ട്, അത് പഠിക്കാം. അതിനുശേഷം സമായോജന ക്രിയാതന്ത്രങ്ങൾ, അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് അറിയാമെങ്കിൽ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ തരുമ്പോൾ ഒരു സിറ്റുവേഷൻ ആയിരിക്കും തരുന്നത്. അപ്പോൾ അവിടെ ഉപയോഗിച്ചിരുന്ന സമായോജന ക്രിയാതന്ത്രം ഏത് എന്ന് എത്രയും വേഗം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കണം. പിന്നെ മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതികളും നമുക്ക് പഠിക്കാനുള്ള ഡികളുടെ ടെക്സ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് രീതികളും ഉപാധികളും കൊടുത്തിട്ടുണ്ട്, എല്ലാം പഠിക്കുക. അതിനുശേഷം കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട്, നമുക്ക് കൃത്യമായിട്ട് അതിലെ നിർദ്ദേശങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങൾ പഠിക്കുക. പിന്നെ ക്ലാസ് മുറിയിൽ പഠന പ്രക്രിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. ടീച്ചറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലും കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും ചിന്തിച്ച് ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുള്ള ചോദ്യങ്ങൾ അവിടെ നിന്ന് പ്രതീക്ഷിക്കാം. പിന്നെ പഠനതന്ത്രങ്ങൾ, വിവരവിനിമയ സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ, ഇത് DLED സിലബസിനെ അടിസ്ഥാനമാക്കിയെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. DLED ടെക്സ്റ്റ് ബുക്ക് നോക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ ഫെറ്റ്, സ്റ്റെലേറിയം, ജിയോജിബ്ര പോലെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ആ ടെക്സ്റ്റിലുണ്ട്. ആ ടെക്സ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെ ഒരു കാര്യവും സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അടുത്തത് പഠന വൈകല്യമാണ്. എല്ലാ പഠന വൈകല്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ അറിയണം. ഡിസ്ലെക്സിയ, ഡിസ്പ്രാക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസോർത്തോഗ്രാഫിയ, പിന്നെന്താണ് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റ് ഓട്ടിസം അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വെക്കണം. കറക്റ്റ് ലക്ഷണം എന്താണെന്ന് നമുക്കത് അറിഞ്ഞിരിക്കണം. പിന്നെ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ പഠനം, സ്പെഷ്യൽ നീഡ്സ് ഉള്ളവരുടെ പഠനം, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ്. കുട്ടിയും അറിവ് നിർമ്മാണവും, ദെൻ പഠന രീതികൾ, ഇതും ഒക്കെ നമുക്ക് എന്താണ് ഒരു ക്ലാസ് റൂമിനെ അടിസ്ഥാനപ്പെടുത്തി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. വിദ്യാഭ്യാസ പ്രോജക്റ്റുകൾ, പൊതുവേ ഉള്ള പ്രോജക്റ്റുകളുടെയൊക്കെ ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലാണെങ്കിൽ ഈ പ്രോജക്റ്റുകളുടെ ആണെങ്കിലും വിവരവിനിമയ സാങ്കേതിക വിദ്യാഭ്യാസ അതിൻ്റെ സാധ്യതകളാണെങ്കിലും ഒക്കെ ഷോർട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഏറ്റവും വേണ്ട കാര്യങ്ങൾ വളരെ ബ്രീഫായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അങ്ങനെ നിങ്ങൾ ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്ത് പഠിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് കേരള പാഠ്യപദ്ധതിയുടെ സമീപന രേഖ, കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനം, വിദ്യാഭ്യാസ ഏജൻസികൾ, വിദ്യാഭ്യാസ കമ്മീഷനുകൾ. വിദ്യാഭ്യാസ കമ്മീഷനുകൾ എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള കമ്മീഷനുകൾ വരുന്നുണ്ട് അല്ലേ. മക്കാളേസ് മിനിറ്റ്സും വുഡ്സ് ഡിസ്പാച്ചും ഹണ്ടർ കമ്മീഷനും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. എന്താണ് ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കമ്മീഷൻ വന്നതുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ എന്താണ്, എന്തൊക്കെ പ്രാബല്യത്തിൽ വന്നു എന്നുള്ള കാര്യം നോക്കുക. സ്വാതന്ത്ര്യത്തിന് ശേഷം നമുക്ക് രാധാകൃഷ്ണൻ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1968, 86, 2020 കൃത്യമായിട്ട് നിങ്ങൾ നോക്കി വെക്കുക. 2020 നിങ്ങൾ ഒന്ന് എംഫസിസ് കൊടുത്ത് പഠിച്ചോളൂ. കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള മേഖലയാണ്. ഇനി നമുക്ക് പാർട്ട് 5 ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് പഠിക്കുന്നവർ പലരും വരുത്തുന്ന ഒരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഗ്രാമർ അതിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ കൃത്യമായിട്ട് വെയിറ്റേജ് നോക്കാം. മൊത്തത്തിൽ നമുക്ക് 10 മാർക്കിനാണ് ഇംഗ്ലീഷ് വരുന്നത്. അതിൽ തന്നെ ആദ്യം ലാംഗ്വേജ്
ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ തരും. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കാണും. ചിലപ്പോൾ അതിനകത്ത് തന്നെ എന്താണ് വൊക്കാബുലറി ചോദിക്കും. പിന്നെ അതിനുശേഷമാണ് ഗ്രാമർ വരുന്നത്. ഗ്രാമർ ശ്രദ്ധിക്കുക. ആർട്ടിക്കിൾ, കൺകോർഡൻസ് ആൻഡ് ടൈം, പ്രിപ്പോസിഷൻ, ഫ്രേസൽ വെർബ്, ഡിറ്റർമിനേഴ്സ്, ജെറൻഡ്, ലിങ്കേഴ്സ്, ഓക്സിലറീസ്, വൊക്കാബുലറി, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത്രയും കാര്യങ്ങൾ മാത്രം നോക്കുക. പിന്നെ ബാക്കി സമയം കിട്ടുന്നതനുസരിച്ച് ബാക്കി നമ്മുടെ എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിക്കൊണ്ട് എക്സ്ട്രാ ആയിട്ട് വരുന്ന ടോപ്പിക്സ് പിന്നീട് നോക്കാം. പിന്നെ നമുക്ക് പെഡഗോജിയാണ്. പലരും സ്കിപ്പ് ചെയ്ത് കളയും പെഡഗോജി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്. ഒരിക്കലും ചെയ്യരുത്. നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന മേഖലയാണ്. അതുതന്നെ ലാംഗ്വേജ് അക്വിസിഷൻ ആണ് ലേണിംഗ്. എന്താണ് അക്വിസിഷൻ, എന്താണ് ലേണിംഗ്, നമ്മുടെ ചാനലിലെ വീഡിയോ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. പിന്നെ ലാംഗ്വേജ് ആൻഡ് തോട്ട്, ഇതേ മേഖല നമുക്ക് മലയാളത്തിലും പഠിക്കണം. ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ സംഗതി തന്നെ മലയാളത്തിലും ചോദിക്കും. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, അതിൻ്റെ കൃത്യം മലയാളം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ 2 ഏരിയ അവിടെ കവറായി. പിന്നെ ലാംഗ്വേജ് സ്കിൽസ്, LSRW സ്കിൽസ് മലയാളത്തിലും ചോദ്യം വരും. ഒബ്ജക്റ്റീവ്സ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് ഇൻ LP ക്ലാസ്. അപ്പോൾ LP ക്ലാസ്സിനെയും UP ക്ലാസ്സിനെയും നിങ്ങൾ പഠിച്ചു വെക്കാം. പിന്നെ അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ലാംഗ്വേജ് ടീച്ചിങ്, ഇത് നമ്മൾ ജനറലായിട്ട് പഠിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഫോർമേറ്റീവ് ഇവാലുവേഷൻ, സമ്മേറ്റീവ് ഇവാലുവേഷൻ, CCE പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണും. ഫൈനലി നമ്മൾ മലയാളത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് മലയാളത്തിലും 10 മാർക്കാണ്. ഇവിടെ നമുക്ക് ഡിവിഷൻ ഉണ്ട്. എങ്ങനെയാണ് ഡിവിഷൻ എന്ന് നോക്കാം. സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും. കവിതാ സാഹിത്യം, കഥാസാഹിത്യം, നോവൽ, ആത്മകഥ, ജീവചരിത്രം, വൈജ്ഞാനിക സാഹിത്യം, ബാലസാഹിത്യം. അപ്പോൾ എല്ലാവർക്കും പഠിക്കാൻ പോകാനുള്ള സമയമൊന്നുമില്ല. നമുക്ക് എവിടെ നിന്നാണ് ചോദ്യം വരാം? നമുക്കൊരു സിംഹഭാഗവും നമുക്ക് എവിടെ നിന്ന് തന്നെ പ്രതീക്ഷിക്കാം. SCERT ടെക്സ്റ്റിൽ നിന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ SCERT ടെക്സ്റ്റ് കഴിവതും നിങ്ങൾക്കൊരു പറ്റുമെങ്കിൽ 5ാം ക്ലാസ് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ടെക്സ്റ്റും നിങ്ങളൊന്ന് നോക്കാം. അപ്പോൾ ജസ്റ്റ് വർക്കുകൾ, അതിൻ്റെ റൈറ്റേഴ്സ് ആരാണ്, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പൊതുവേ നമ്മൾ ചോദ്യങ്ങൾ കാണാറുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ വൊക്കാബുലറി, നമുക്ക് ഇംഗ്ലീഷിലാണെങ്കിലും മലയാളമാണെങ്കിലും ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ നോക്കി വരിക. അതിനുശേഷം ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഭാഷാചരിത്രം, ഭാഷാഭേദം, പ്രായോഗിക വ്യാകരണം 10ാം തരം നിലവാരത്തിലാണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ് ചോദിക്കുക? പദശുദ്ധി, പദങ്ങൾ സമാസിക്കലും വിഗ്രഹിക്കലും, വാക്യരൂപങ്ങൾ, അനുപ്രയോഗം, വാക്യഘടനയും വാക്യശുദ്ധിയും, ലിംഗം, വചനം, കാലം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ അർത്ഥബോധമുണ്ട്. അർത്ഥബോധത്തിനകത്തായിട്ടാണ് പദങ്ങൾ, ശൈലികൾ, പ്രയോഗങ്ങൾ, വാക്യസന്ദർഭങ്ങൾ, കാവ്യസന്ദർഭങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഏരിയയിലാണ് വരുന്നത്. പിന്നെ കാവ്യബോധം, അങ്ങനെ കവിത, ഗദ്യം, പഴഞ്ചൊൽ തുടങ്ങിയവയിൽ അലങ്കാരം, ധ്വനി എന്നിവ കണ്ടെത്തുക. അവതാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ കോംപ്രിഹെൻഷനാണ്. ഗദ്യം അല്ലെങ്കിൽ പദ്യം കിട്ടാം. നമുക്ക് എക്സാമിന് ഏത് വന്നാലും നമ്മൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ വായിച്ച് ആശയം മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടെത്തുക. പിന്നെ നമ്മുടെ ബോധനശാസ്ത്രമാണ്. ബോധനശാസ്ത്രം പെഡഗോജിയാണ്. അവിടെ വരുമ്പോഴത്തേക്ക് എന്താണ്, ഉദ്ഗ്രഥിത സമീപനത്തെക്കുറിച്ച് മനസ്സിലാക്കുക. ഭാഷാ പഠന സിദ്ധാന്തങ്ങൾ, ഇതിനെക്കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഭാഷാ പഠന സിദ്ധാന്തങ്ങൾ നമ്മൾ ഓൾറെഡി ലാംഗ്വേജ് ആൻഡ് തോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് പെഡഗോജിയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നോം ചോംസ്കിയെ പഠിക്കുമ്പം അതേ കാര്യം തന്നെ ഇവിടെ വരുന്നുണ്ട്. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസും പിന്നെ യൂണിവേഴ്സൽ ഗ്രാമറും. അപ്പം അതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള മലയാളവും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു പോകണം. എന്നാൽ മാത്രമേ ഇവിടെ കൃത്യമായിട്ട് ഈ ഒരു ഏരിയ നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഏരിയയാണ് ആസൂത്രണം, വാർഷികാസൂത്രണം, യൂണിറ്റ് ആസൂത്രണം, ദൈനംദിന ആസൂത്രണം, വിലയിരുത്തൽ. അപ്പോൾ ഇത് ജനറലായിട്ട് നമുക്ക് പഠിക്കാനുള്ള. അപ്പോൾ ഇത് പിന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലേ. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് അപ്പാർട്ട് ഫ്രം ദ ടോപ്പിക് ഡീറ്റെയിൽഡ് എബോവ് ക്വസ്റ്റ്യൻ ഫ്രം അതർ ടോപ്പിക്സ് പ്രിസ്ക്രൈബ് ഫോർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഓഫ് പോസ്റ്റ്. അതായത് ഈ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, നമ്മുടെ പോസ്റ്റിന് പറഞ്ഞേക്കുന്ന ക്വാളിഫിക്കേഷൻ പ്രകാരം ചോദിക്കാൻ നിലവാരത്തിലുള്ള ചോദ്യങ്ങളും ഇവിടെ പ്രതീക്ഷിച്ചേക്കാം എന്ന് ഓൾറെഡി നോട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലല്ലാതെ മറ്റൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയും സിലബസ് ഒന്ന് പറഞ്ഞു തീർക്കാൻ തന്നെ ഇത്രയും സമയം എടുത്തു അല്ലേ. അപ്പോൾ നമുക്ക് ഇത്രയും ഏരിയ കവർ ചെയ്യണമെങ്കിൽ ഇനി നല്ല സ്മാർട്ട് പ്ലാനോടുകൂടി തന്നെ പഠിച്ചേ പറ്റത്തുള്ളൂ. കൃത്യമായി പഠിക്കുക, വെയിറ്റേജ് അനുസരിച്ച് പഠിക്കുക. നിങ്ങൾക്ക് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തരാനായിട്ട് നമ്മുടെ LP-UP കോഴ്സുകൾ I+ൽ അവൈലബിൾ ആണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീൽ തന്നെയാണ് കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ നോക്കിയാൽ നെറ്റ്, സെറ്റ്, കേറ്റിട്ട് മറ്റ് PSC പരീക്ഷകളിലൊക്കെ നല്ല വിജയങ്ങൾ നേടിയിട്ടുള്ള ഒരു സ്ഥാപനത്തിന് തീർച്ചയായിട്ടും നിങ്ങളെ LPSI UPSI പരീക്ഷയിൽ നല്ലൊരു റാങ്കിലേക്ക് എത്തിക്കാൻ സാധിക്കും. ആ ഒരു ഉറപ്പ് നമ്മൾക്കുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. സിലബസ് പ്രിൻ്റ് എടുത്ത് കയ്യിൽ സൂക്ഷിച്ചിട്ടില്ലാത്തവർ കൃത്യമായി പ്രിൻ്റ് എടുത്ത് വെക്കുക. കറക്റ്റായിട്ട് പഠിച്ച കാര്യങ്ങൾ മാർക്ക് ചെയ്തു പോകുക. ഒരു ഏരിയയും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. എല്ലാ ഏരിയയും കവർ ചെയ്ത് പഠിക്കും. നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കട്ടെ. നല്ലൊരു റാങ്കിൽ എല്ലാവർക്കും എത്താൻ സാധിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്